കിച്ചൺ സാഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കൊരു 15 മിനിറ്റ് സമയമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഒരു സോസ് പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കോൺഫ്ലോർ, ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് സോൾട്ട്. ഇനി ഇതെല്ലാം ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 500 ml ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ബാക്കിയുള്ള പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് എടുക്കാം. ചോക്ലേറ്റ് പുഡിംഗ് മിക്സ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളിതിനെ വേവിച്ചെടുക്കണം. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുഡിങ് പെട്ടെന്ന് കട്ടി പിടിച്ചു പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ സ്മൂത്തായിട്ട് വരത്തില്ല. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് ഇതിനെ വേവിച്ചെടുത്താൽ മതിയായിരിക്കും. ഒരു 10 മിനിറ്റോളം ഏകദേശം ഇത് നന്നായിട്ട് കുറുകി കിട്ടാനായിട്ട് എടുക്കും. പുഡിങ് ചെറുതായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് 50 ഗ്രാമിൻ്റെ ഒരു ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാൻ സെമി സ്വീറ്റ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. നമ്മുടെ ഡയറി മിൽക്ക് പോലത്തെ 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൽ വാങ്ങിച്ചിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഈ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് കുറുകി വരുന്നത് വരെ ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കണം. പുഡിങ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി കിട്ടിയാൽ മതിയായിരിക്കും നമ്മുടെ പുഡിങ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എസൻസ് അത്ര അത്യാവശ്യമുള്ള സംഭവമല്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്ത് കിട്ടും നമ്മൾ എസൻസ് ഒഴിക്കുകയാണെങ്കിൽ. ഇനി ചൂടോടുകൂടി തന്നെ ഇതിനെ നമുക്ക് ഏത് ബൗളിലാണോ ഒഴിക്കേണ്ടത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുക്കാനായിട്ട് വെക്കരുത്. പെട്ടെന്ന് തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണം. പുഡിങ് ഒഴിക്കാനായിട്ട് ഇതുപോലത്തെ 4 ബൗൾ എടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് പുഡിങ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവിയിലെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ചെറുതായിട്ട് തണുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനെ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ബൗളിലേക്കും പുഡിങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ പുഡിങ് ഈ ഒരു 4 ബൗളിലേക്ക് കറക്റ്റായിരുന്നു. ഇനി നമ്മളിതിനെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ചൂട് പോയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കണം. ഏകദേശം ഒരു 2-3 മണിക്കൂർ പിടിക്കും ഇത് നന്നായിട്ട് തണുത്ത് കിട്ടാനായിട്ട്. അപ്പം നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. നമ്മുടെ പുഡിങ് ഇപ്പോൾ ഫ്രിഡ്ജിലിരുന്നിട്ട് നന്നായിട്ട് ചില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതിനെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കഴിക്കാം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.